നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഈശ്വറിന് വീണ്ടും കുരുക്ക്. രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ആദ്യത്തെ അതിജീവിത. രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും അതിജീവിത പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും പരാതിക്കാരി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്ക് നൽകിയ പരാതി സൈബർ പോലീസിന് കൈമാറി. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിനാണ് പരാതി കൈമാറിയിരിക്കുന്നത്. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിയെ വീഡിയോയിലൂടെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലായിരുന്നു. 16 ദിവസത്തിന് ശേഷമാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അതിജീവിതയ്ക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ രാഹുൽ ഈശ്വറിനെ നവംബർ 30-നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ തിരുവനന്തപുരം ACGM കോടതി തള്ളിയതോടെ നിരാഹാര സമരം തുടങ്ങിയിരുന്നു രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദത്തെ അംഗീകരിച്ചായിരുന്നു കോടതി ജാമ്യം നിഷേധിച്ചത്. സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്ന് വാദത്തിനിടെ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. എങ്കിലും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. 2ാം തവണയായിരുന്നു ജാമ്യം നിഷേധിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ അതിജീവിതയുടെ ഭർത്താവ് ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. താൻ മാനസികമായി തകർന്നു, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് അതിജീവിതയുടെ മുൻ ഭർത്താവ് നടത്തിയത്. ഇതിന് പിന്നാലെ രാഹുൽ ഈശ്വർ വീണ്ടും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ചില പ്രതികരണങ്ങൾ നടത്തി. ആ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം. പരാതിക്കാരിയെ അധിക്ഷേപിക്കരുത് എന്ന വ്യവസ്ഥകളോടെ ജാമ്യം നൽകിയിട്ടും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത്. രാഹുൽ ഈശ്വർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇപ്രകാരമാണെന്ന് നോക്കാം. ഒന്നാമത്തത്, സത്യം പുറത്ത്, ഭർത്താവുണ്ട് അവനോടൊപ്പം, വ്യാജ പരാതി പൊളിയുന്നു. ഓർക്കുക, രാഹുൽ ഈശ്വറാണ് നിങ്ങളോട് സത്യം പറഞ്ഞത്. എന്നെ 16 ദിവസം ജയിലിൽ ഇട്ടതുകൊണ്ട് സത്യം വെളിയിൽ വരാതിരിക്കില്ല. ഭർത്താവുണ്ട്, അവനാണ് ഇര, അവനോടൊപ്പം. ആ പാവം ചെറുപ്പക്കാരനെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവൻ്റെ ഒരു തെറ്റുമില്ലാതെ വേദനയും നഷ്ടങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് ആ യുവാവ്. എന്നും 1% സത്യത്തോടൊപ്പം 99% കള്ളത്തോടൊപ്പം ആയിരിക്കും. നമ്മൾ ആ 1% ബാക്കിയുള്ള 99% മുകളിൽ വിജയം നേടുകയും ചെയ്യും എന്നതടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. തീർച്ചയായിട്ടും ഇത് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം ജനങ്ങളുടെ ഉളവാക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ ഈശ്വർ പങ്കുവച്ചത്. മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: 7 കള്ളങ്ങൾ വേഴ്സസ് 7 സത്യങ്ങൾ. കള്ളങ്ങൾ പറഞ്ഞാണ് ലോകം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണമായ 7 കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്തത്, കള്ളം. അമേരിക്ക മയക്കുമരുന്നിനെതിരെ പോരാടുകയാണ്. സത്യം, അമേരിക്കയ്ക്ക് 2025 വെനസ്വേലയുടെ ഓയിൽ വേണം. കള്ളം, ഇറാഖിലെ WMD മാരകായുധങ്ങൾ നശിപ്പിക്കാനായിരുന്നു അമേരിക്കൻ 2003 ആക്രമണം. അധിനിവേശം. സത്യം, USA പെട്രോൾ വേണം, മാരകായുധങ്ങൾ എന്ന പച്ചക്കള്ളം. രണ്ടാമത്തേത്, കള്ളം, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക മതേതരമാണ്. സത്യം, ഇന്ത്യയുടെ കൊടി ഹിന്ദു, കുങ്കുമം പ്ലസ് ക്രിസ്ത്യൻ, വെള്ള, മുസ്ലിം, പച്ച. ഗാന്ധിജി ഒന്നിപ്പിച്ചതാണ് ഇവ. മൂന്നാമത്തേത്, കള്ളം, ഇന്ത്യൻ സുപ്രീം കോടതി വിധി ശബരിമലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. സത്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി വലതുപക്ഷ അജണ്ടയ്ക്ക് പാലം നിർമ്മിക്കുകയാണ്. നാലാമത്തേത്, കള്ളം, BJPയുടെ അജണ്ട യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് എന്നാണ്. സത്യം, മുസ്ലിം ജനസംഖ്യ കൂടുന്നു, ഹിന്ദു ജനസംഖ്യ കുറയുന്നു. അതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ നിയമം ദുർബലപ്പെടുത്തി, കല്യാണപ്രായം ഉയർത്തി, കുടുംബ സംവിധാനം ദുർബലപ്പെടുത്തി മുസ്ലിം കുട്ടികളെ കുറയ്ക്കുക. അടുത്ത കള്ളം, കേരളം ഗവൺമെൻറ്റിന് 75 വർഷമായി മകരജ്യോതി, മകരവിളക്ക് എന്താണെന്ന് അറിയില്ല. സത്യം, ശബരിമലയിൽ വരുന്ന അന്യസംസ്ഥാന വരുമാനം കുറഞ്ഞു പോകുമോ എന്ന പേടി കാരണം ആദിവാസി മലയരയ വിഭാഗത്തിന് മകരവിളക്ക് തെളിയിക്കാനുള്ള അവകാശം തിരിച്ചു കൊടുക്കുന്നില്ല. അഞ്ചാമത്തത്, കള്ളം, അതിജീവിതയ്ക്ക് വേണ്ടി ദിലീപിനെതിരെ പോരാടുന്നവർ സ്ത്രീപക്ഷക്കാരാണ്. സത്യം, ദിലീപിനോട് വ്യക്തിവിരോധമുള്ള ഒരു വ്യക്തി ഉന്നത പോലീസ് ഓഫീസറുമായി ഒത്തുകളിച്ച് ദിലീപിനെ കുടുക്കിയെന്നതാണ്. ആറാമത്തേത്, കള്ളം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതയോടൊപ്പം പിണറായി സർക്കാർ. സത്യം, ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ സ്ത്രീ വിഷയം ദുരുപയോഗം ചെയ്യുന്നു. ഏഴാമത്തത്, കള്ളം, രാഹുൽ ഈശ്വർ അതിജീവിതയുടെ ഫോട്ടോ പങ്കുവച്ചു അധിക്ഷേപിച്ചു. സത്യം, ഇലക്ഷൻ കഴിയുന്നതുവരെ രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്നാൽ CPM കപട സ്ത്രീപക്ഷ നെറേറ്റീവിനെ എതിർക്കാൻ ആരും കാണില്ല. സത്യമാണ് ദൈവം. സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം. സത്യം പറയുന്നതാണ് ഏറ്റവും വലിയ ദൈവിക കർമ്മം. സത്യമേവ ജയതേ, ജയ് ഗാന്ധിജി, ജയ് ഹിന്ദ് എന്നായിരുന്നു രാഹുൽ ഈശ്വർ പങ്കുവച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഭർത്താവിൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടെ രാഹുൽ ഈശ്വർ പങ്കുവച്ച മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കാം. സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഓ മൈ ഗോഡ്, എന്ത്
വ്യാജ പരാതിക്കാരിക്ക് അപ്പോൾ ഭർത്താവുണ്ടോ? ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഭർത്താവ് എങ്ങനെ ഉണ്ടാകും? ഓർക്കുക, രാഹുൽ ഈശ്വർ മാത്രമാണ് നിങ്ങളോട് സത്യം പറയുന്നത്. 99% മീഡിയ അതിജീവിതയ്ക്ക് ഭർത്താവുണ്ടെന്ന കാര്യം മറച്ചു വെച്ചു. സത്യമേവ ചെയ്ത് ജയ് ഗാന്ധി ജയ് ഹിന്ദ് എന്നാണ് രാഹുൽ ഈശ്വർ കുറിക്കുന്നത്. മാത്രമല്ല, ഞാൻ ആ പാവം ചെറുപ്പക്കാരനൊപ്പമാണ്. ചതിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, കുടുംബജീവിതം തകർന്ന അവനൊപ്പം തന്നെയാണ്. അവനാണ് യഥാർത്ഥ അതിജീവിതൻ, അല്ലാതെ വ്യാജ അതിജീവിതയല്ല എന്നാണ് രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തീർത്തും ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അതിജീവിതയ്ക്കെതിരെ ഒന്നും പറയരുത്, അല്ലെങ്കിൽ അതിജീവിക്ക് ദോഷമാകുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്നടക്കമുള്ള വ്യവസ്ഥകളോടെ ജാമ്യം നൽകിയിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ ഈശ്വർ അതിജീവിതയ്ക്കെതിരെ തന്നെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിജീവിതയെ വീണ്ടും ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു. ഇത് വലിയ രീതിയിലുള്ള ജാമ്യ വ്യവസ്ഥ ലംഘനം എന്ന് തന്നെ നിരീക്ഷിക്കപ്പെടുകയാണ്. എന്തായാലും അതിജീവിത പരാതി നൽകിയിരിക്കുന്നു പോലീസിൽ. രാഹുൽ ഇത്തരത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന പരാതി. എന്തായാലും പരാതിമേൽ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇതുപോലെ ഒരു ഞായറാഴ്ചയായിരുന്നു രാഹുൽ ഈശ്വറിനെ അക്ഷരാർത്ഥത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ അതിജീവിതയുടെ പരാതിമേൽ പോലീസിൻ്റെ അടുത്ത നടപടികൾ എന്താണ്, അടുത്ത നീക്കം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്ക്, DGPക്കും രാഹുൽ മാങ്കൂട്ടത്തിലുമെതിരെ പരാതി നൽകിയത്. തന്റെ അസാന്നിധ്യം രാഹുൽ അവസരമാക്കി തന്റെ ഭാര്യയെ ലൈംഗിക താല്പര്യത്തോടെ സമീപിച്ചുവെന്നായിരുന്നു പരാതി. ഈ പരാതി അടിസ്ഥാനമാക്കി രാഹുൽ ഈശ്വർ ഇന്നലെയും വീഡിയോ ചെയ്തു. ഇതിനെതിരെയാണ് യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്കാരെ അധിക്ഷേപിക്കരുത്, ജാമ്യ വ്യവസ്ഥ രാഹുൽ ഈശ്വർ ലംഘിച്ചെന്ന് യുവതി പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. AIGക്ക് കിട്ടിയ പരാതി സൈബർ പോലീസിന് കൈമാറി. രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചോ എന്ന് പോലീസ് പരിശോധിക്കും. അതിജീവിതയ്ക്ക് നേരെ നടന്ന സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ 16 ദിവസത്തിന് ശേഷമായിരുന്നു രാഹുലിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നിരവധി തവണ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അത് നിഷേധിച്ചിരുന്നു. പിന്നീട് ഉപാധികളോടെയാണ് നിലവിൽ ജാമ്യം അനുവദിച്ചത്. സൈബർ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ അതിജീവിതയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അടക്കം 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് 1-ാം പ്രതി. കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് 2-ാം പ്രതി. ദീപ ജോസഫ് എന്ന പേരുള്ള മറ്റൊരു അക്കൗണ്ട് ഉടമ 3-ാം പ്രതി. സന്ദീപ് വാര്യർ 4-ാം പ്രതി. രാഹുൽ ഈശ്വർ 5-ാം പ്രതിയുമാണ്. 6-ാം പ്രതി പാലക്കാട് സ്വദേശിയായ വ്ളോഗറാണ്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അതിജീവിതയുടെ ഭർത്താവ് പരാതി നൽകിയത്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസെടുക്കണമെന്നും വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. താനും ഭാര്യയും തമ്മിലുള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും രാഹുൽ മുതലെടുക്കുകയായിരുന്നു. യുവതി വിവാഹിതയാണെന്ന് രാഹുലിന് അറിയാമായിരുന്നു എന്നും എന്നിട്ടും പ്രതിയുടെ ലൈംഗിക താല്പര്യം കൊണ്ടും ലൈംഗിക വൈകൃതവും കൊണ്ടാണ് ഇത്തരത്തിലൊരു തെറ്റ് നടന്നതെന്നും പരാതിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.